ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലുസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2:16. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ ഉച്ചത്തിൽ അതൊന്ന് വായിക്കാവുന്നതാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, യഹോവയുടെ മനസ്സ് അറിഞ്ഞവൻ ആര്? ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലുസ് ഓർമ്മപ്പെടുത്തുന്നു, 2-ാമത്തെ അധ്യായത്തിൽ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 2-ാം അധ്യായത്തിൽ വിവിധ ഫിലിപ്പിയർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിൽ പല പ്രാവശ്യം പൗലുസ് ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷ് പരിഭാഷയിൽ പലയിടത്തും അത് മൈൻഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ മനസ്സുമായി ഈ ലോകത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മനസ്സുമായി സഞ്ചരിക്കുന്നവർ. നമ്മളെല്ലാവരും ഒരു യാത്രയിലായിരിക്കുന്നവരാണ്. മനുഷ്യജീവിതം ഒരു യാത്രയാണ്. ഈ യാത്ര അമ്മയുടെ ഉദരം മുതൽ തുടങ്ങുന്നു. കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയിലേക്ക് ബന്ധിതമായതിനു ശേഷം നാം ഈ കാണപ്പെടുന്ന സഭയിലും കാണപ്പെടാത്ത സഭയിലുമുള്ള നിത്യമായ ഒരു അനുഭവത്തിലേക്ക് യാത്ര തുടരുന്നു. അങ്ങനെ ഈ യാത്രയ്ക്കകത്ത് നമ്മുടെ മനസ്സ് ആരുടേതായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പുറമോടികളല്ല, മറിച്ച് നമ്മുടെ മനസ്സ് ആരുടേതായിരിക്കുന്നു. പൗലുസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് പുറമോടി ചമഞ്ഞ് നടന്നാൽ പോരാ, പുറമോടി ചമഞ്ഞ് നടക്കുന്നത് കൊണ്ട് ക്രിസ്തു ശിഷ്യർ ആകില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം. ഞാൻ വായിച്ച ഒരു കവിത എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അത് പള്ളത്ത് രാമൻ സാറിൻ്റേതാണ്. വേഷത്തെ വിശ്വസിക്കല്ലേ ദോഷത്തിന് ഹേതുവാം, സതിയാം സീതയെ കട്ടു യതിയായി പണ്ടു രാവണൻ. വേഷത്തെ വിശ്വസിക്കല്ലേ ദോഷത്തിനു ഹേതുവാം, സതിയാം സീതയെ കട്ടു യതിയായി പണ്ടു രാവണൻ. പ്രകടനാത്മകമായ ബാഹ്യപ്രകടനം കൊണ്ട് സത്യത്തിൻ്റെ സാക്ഷികളാകുവാൻ കഴിയുകയില്ല എന്നുറപ്പെടുത്തുകയാണ്. പുറം വേഷം സത്തല്ല, വെറും പ്രതീകങ്ങളാണ്. പുറം ചട്ടകൾ വെറും പ്രതീകമായതിന് പുറകെയല്ല പോകേണ്ടുന്നത്, മറിച്ച് ചൈതന്യം നിറഞ്ഞിരിക്കുന്ന മനസ്സിലേക്കാണ് പോകേണ്ടുന്നത് എന്ന് പൗലുസ് ഓർമ്മപ്പെടുത്തുകയാണ്. ചൈതന്യം ആന്തരികമാണ്. അതുകൊണ്ട് ആന്തരിക ശക്തിയാകണം നമ്മുടെ പ്രേരണാശക്തി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉള്ളിലെ ചൈതന്യമാണ് പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനസ്സ് ക്രിസ്തുവിൻ്റേത് ആയി മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളിന്ന് അനുഷ്ഠിക്കുന്ന ചില മൂല്യക്രമങ്ങളിൽ നിന്ന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നിങ്ങളിൽ നിന്ന് അനുധാവനം ചെയ്യുന്ന ഗ്രേക്കോ റോമൻ മൂല്യക്രമം അനുസരിച്ച് അരിസ്ട്രോക്രാറ്റ്സിനും മെറിറ്റോക്രാറ്റ്സിനും ടെക്നോക്രാറ്റ്സിനും ജീവിക്കാൻ സാഹചര്യമൊരുക്കുന്ന ഒരു പരിതസ്ഥിതിയാണുള്ളത്. അതിനപ്പുറത്തേക്ക് കാണുവാൻ കണ്ണ് കുരുടായിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യം അതല്ല. ദൈവരാജ്യത്തിൻ്റെ മൂല്യം അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന മൂല്യക്രമമാണ്. സഹോദരൻ്റെ വേദന നിൻ്റെ വേദനയായി കാണുന്ന മൂല്യക്രമമാണ്. എൻ്റെ സഹോദരൻ്റെയും എൻ്റെ സഹോദരിയുടെയും കാവൽക്കാരനായി തീരുന്ന മൂല്യക്രമമാണ്. ആവശ്യത്തിലിരിക്കുന്നവൻ അവനെ അയൽക്കാരനായി കാണുന്ന മൂല്യക്രമമാണ്. ആവശ്യ സാഹചര്യം അയൽവക്കമായി കാണുന്ന മൂല്യക്രമമാണ്. പക്ഷേ അതിനനുകൂലമായൊരു സാഹചര്യം കൊരിന്ത് സഭയിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല. പൗലോസ് എഫേസ്യയിൽ നിന്ന് എഴുതുന്നതാണ്. 53-55 കാലയളവിൽ തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിൽ വെച്ച് കൊരിന്തിലെ സഭയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ പൗലോസ് അവിടെ നിന്ന് എഴുതുന്ന ഒരു എഴുത്താണിത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് മാറി നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം. ഉള്ളിലെ പ്രാണനെ പോലെ ഈ ക്രിസ്തുവിൻ്റെ മനസ്സിനെ സംരക്ഷിക്കുവാൻ കഴിയണം. അപകടങ്ങൾ നിറഞ്ഞ ഈ സംസ്കൃതിയിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതിനകത്ത് നിങ്ങളൊരു ചെറിയ കൂട്ടമെന്നുള്ള നിലയിൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ആ അപകടങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അതിലെ ഒന്നാമത്തെ അപകടമാണ് നിങ്ങളുടെ ഇടയിലെ ഭിന്നത. രണ്ടാമത്തെ അപകടമാണ് നിങ്ങളുടെ ഇടയിൽ വിശ്വസ്തതയില്ലാതെ പോകുന്ന അനുഭവം. മൂന്നാമത്തെ അപകടമാണ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് അത് പുറത്തേക്ക് വിടുന്നത്. നാലാമത്തെ അപകടമാണ് അധാർമികത ജീവിത ശൈലിയാക്കി മാറ്റി തീർക്കുന്നത്. അഞ്ചാമത്തെ അപകടമാണ് നിങ്ങൾ മറ്റ് മതസ്ഥരെ വേറിട്ട് കാണുന്നത്. ഇതര മതസ്ഥരോടുള്ള നിങ്ങളുടെ സമീപനത്തിനകത്ത് അവരെ വേറിട്ട് കാണുന്നത്. അടുത്ത പ്രതിസന്ധിയാണ് നിങ്ങൾ എന്നെയും എൻ്റെ ശരീരത്തെയും എൻ്റെ രക്തത്തെയും അതിൻ്റെ ആഘോഷത്തെയും അതിൻ്റെ ആരാധനയെയും അതിൻ്റെ സത്തയെയും ഗ്രഹിക്കാതെ അതിനെ തുച്ഛീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ക്രിസ്തുവിൻ്റെ മനസ്സിനെ ഉള്ളിലെ പ്രാണനെ പോലെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും സാധാരണ പറയുന്നത് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് നമ്മൾ കൊടുത്തിട്ട് ഹൃദയമില്ലാത്തവരായിട്ടിരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയമായി, നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ മനസ്സായി തീരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മനസ്സ് കർത്താവിൻ്റേതാകുമ്പോൾ, സുവിശേഷത്തിൻ്റേതാകുമ്പോൾ, പുതിയ മൂല്യക്രമത്തിൻ്റേതാകുമ്പോൾ, പുതിയ സംസ്കൃതിയുടേതാകുമ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരണാശക്തി ഈ ആന്തരിക ചൈതന്യത്തിൻ്റെ ശക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉള്ളിലെ
പ്രാണനെ പോലെ കാത്തു സംരക്ഷിക്കേണ്ടുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ധ്യയെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ കൂടാരത്തിൻ്റെ കീഴിലിരിക്കുകയാകുന്നുവല്ലോ. ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഉള്ളിലെ പ്രാണനെ പോലെ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, അവൻ്റെ സുവിശേഷത്തെ നമുക്ക് നെഞ്ചിലേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുള്ളവരാണ് മാർത്തോമ്മക്കാർ, കഴിയുന്നവരാണ് മാർത്തോമ്മക്കാർ, ഇനിയും അത് ചെയ്യുന്നവരുമാണ് മാർത്തോമ്മക്കാർ. അതിനെനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെങ്കിൽ ഉള്ളിലെ പ്രാണനെ പോലെ ഇതിനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗം വായിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്, ഈ നമുക്കെല്ലാവർക്കും പണ്ട് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണല്ലോ ആനന്ദ്. ആനന്ദിൻ്റെ ഒരു നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, മരുഭൂമികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മരീചികയും മണൽക്കാറ്റും മണൽക്കൂനയും നമ്മെ തടസ്സപ്പെടുത്താം, നമ്മുടെ വഴിയെ മാറ്റാം, ഒരുപക്ഷെ ജീവിതം തന്നെ അപകടത്തിലാക്കി പോകാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മരുഭൂമി വിശ്വാസത്തെ രൂപപ്പെടുത്തുന്ന വിശ്വാസ രൂപീകരണത്തിൻ്റെ ഇടമാണ് മരുഭൂമി. ഇവിടെയാണ് പ്രത്യേകത. മണൽക്കാറ്റ് അവിടെയുണ്ട്, മരീചിക അവിടെയുണ്ട്, മണൽക്കൂന അവിടെയുണ്ട്. പക്ഷെങ്കിൽ വേദപുസ്തകത്തിലുടനീളം എടുത്തു നോക്കിയാൽ മരുഭൂമി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിശ്വാസ രൂപീകരണത്തിൻ്റെ ശ്രേഷ്ഠ തലങ്ങളാണ്, ശ്രേഷ്ഠ സ്ഥലമാണ്. അതെങ്ങനെയാണത് മാറുന്നത്? മണൽക്കാറ്റിലും മരീചികയിലും മണൽക്കൂനയിലും പെട്ടുപോയാൽ ജീവിതം തട്ടിത്തകർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതമായി നടന്നുപോയാൽ ഈ മരീചികയ്ക്കും മണൽക്കൂനയ്ക്കും ഈ മരുഭൂമിയിലെ കാറ്റിനുമൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിന് 3 ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, പൊടിക്കുരുവികൾ അവിടെയുണ്ട്. പൊടിക്കുരുവികൾ, കൊച്ചു കുരുവികൾ. എന്തുകൊണ്ടാണ് സംഹാരതാണ്ഡവം ആടുന്ന ഉഷ്ണമുള്ള ഈ മരുഭൂമിയിൽ ഈ പൊടിക്കുരുവികൾ ജീവിക്കുന്നത്? രണ്ടാമത് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ കഠിനതയുള്ള സംഹാരതാണ്ഡവമാടുന്ന ഈ ചൂടുള്ള ഈ മരുഭൂമിയിൽ ഈ കാക്ടസ്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെടി എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? മൂന്നാമത് ചോദിക്കുന്നു, ഈ മരുഭൂമിയിൽ കഴുകൻ ജീവിക്കുന്നു. ഏറ്റവും വലിയ പക്ഷിയാണ് കഴുകൻ. സോ മരുഭൂമിയിൽ സംഹാര താണ്ഡവമാടുന്ന വരൾച്ചയിൽ പോലും പക്ഷികളും കള്ളിമുൾച്ചെടിയും കുറ്റിച്ചെടികളും ഈ പറവകളും വളരുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ രഹസ്യം എന്താണ്? ഈ ചോദ്യം കുന്തനോട് രൂത്ത് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയുന്നത് ഇതാണ്. അതിൻ്റെ കാരണം, പ്രഭാതത്തിൽ രാത്രിയിൽ വീഴുന്ന മഞ്ഞ് കണികകൾ ഈ കൊച്ചു ചെടികളുടെ ഇലകളിൽ വന്ന് നിപതിക്കും. ആ നിപതിക്കുന്ന കൊച്ച് കണികകളാകുന്ന വെള്ളത്തെ ഈ കൊച്ചു കിളി കുടിക്കും. എന്നിട്ടത് തൻ്റെ ഉള്ളിലെ പ്രാണനെ പോലെ സൂക്ഷിക്കും. ആ കൊച്ചുകുരുവി ജീവനോടെ അവിടെ പാർക്കും. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത് കള്ളിമുൾച്ചെടിയാണ്. കള്ളിമുൾച്ചെടി ലഭിക്കുന്ന മഴ മുഴുവനും ഒട്ടും ശോഷണം ചെയ്തു പോകാതെ മുഴുവനും അതിൻ്റെ തണ്ടിൽ സമാഹരിച്ചു വെക്കും. സമാഹരിച്ചു വെക്കുന്നത് കൊണ്ട് ഏത് കഠിന സംഹാര താണ്ഡവമാടുന്ന ചൂടിലും അത് തളർന്നു പോകുകയില്ല. മൂന്നാമത് പറയുന്നത് കഴുകനാണ്.
കഴുകൻ തനിക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിനകത്ത് നിന്ന് ജലാംശം ഊറ്റിക്കുടിച്ചിട്ട് അതും അതിലെ ഉള്ളിലെ പ്രാണനെ പോലെ സ്വീകരിക്കും, പ്രാണനെ പോലെ കാത്തു സൂക്ഷിക്കും. ഇത് മൂന്നും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഈ മൂന്ന് പ്രാണികളും മരുഭൂമികളെ തരണം ചെയ്യുവാൻ സന്നദ്ധമായി തീരുകയാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്തും മരുഭൂമിയുടെ അനുഭവങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളം മരുഭൂമികളെ ചിത്രീകരിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ വിശ്വാസ രൂപീകരണത്തിൻ്റെ ഇടങ്ങളായിട്ടാണ് മരുഭൂമികളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മരുഭൂമികളിൽ നിലനിൽക്കുവാൻ, അതിനെ തരണം ചെയ്യുവാൻ ഈ ആന്തരിക ശക്തി വേണം എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഈ ആന്തരിക ശക്തി. അതെന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നത്, നമുക്കോ എന്താ ഉണ്ട്? ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും. വേദപുസ്തകത്തിനകത്ത് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ യവനായ ചിന്തയനുസരിച്ച് മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമണ്ഡലവും നമ്മുടെ ഹൃദയമണ്ഡലവും കൂടെ ചേരുന്ന ഒന്നാണ്. നമുക്കറിയാം, ബ്ലെയ്സ് പാസ്കലിനോട് ചോദിച്ച് അദ്ദേഹം പറയും, നമ്മുടെ ബുദ്ധിമണ്ഡലം നമ്മുടെ ബ്രെയിനിലിരിക്കുന്ന എയർടെൽ റീജിയണിലാണ്. നമ്മുടെ ഹൃദയമണ്ഡലം ഇരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ മധ്യഭാഗത്താണ്. അങ്ങനെയെങ്കിൽ ബുദ്ധമണ്ഡലവും ബുദ്ധിമണ്ഡലവും നമ്മുടെ ഹൃദയമണ്ഡലവും കൂടെ ചേർന്നതാണ് യവനായ ചിന്തയനുസരിച്ച് മനസ്സെന്ന് പറയുന്നത്. എന്നാൽ യവനായ ചിന്തയനുസരിച്ച് ഈ മനസ്സെന്ന് പറയുന്നതിനകത്ത് വേറൊന്നുകൂടെ ചേരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആത്മാവ്, സോളെന്ന് പറയുന്നുണ്ട്. സോളൂടെ ചേരുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ സഞ്ചരിക്കുന്നതായിട്ട് തീരണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് തീരണം. ആ ഉള്ളിലെ പ്രാണനെ പോലെ ക്രിസ്തുവിൻ്റെ ഈ ചൈതന്യം സ്വീകരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഈ മരുഭൂമിയിലെ സംഹാരതാണ്ഡവമാടുന്ന അനുഭവങ്ങൾ ഏതുമില്ല എന്ന് കാണുവാൻ കഴിയും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നാം ഭയചകിതരായി പോയേക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാതെ പോകുമ്പോൾ നമ്മൾ ഭയചകിതരായി പോയേക്കാം. നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം രൂപപ്പെടാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെ തള്ളിക്കറഞ്ഞു എന്ന് വന്നേക്കാം, ഹിയോബിൻ്റെ ഭാര്യ ചെയ്തതുപോലെ. എന്നാൽ പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ വ്യക്തിഗത കാര്യങ്ങളല്ല ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നിങ്ങൾ ജീവിക്കേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായിട്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ എന്ന് പറയുമ്പോൾ സമസ്ത ലൈനും കൂടെ ചേർന്നാണ്. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ഈ ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന് പറയുന്ന 13-ാം നൂറ്റാണ്ടിലെ ഒരു സൂഫി സെയിൻറ്റ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷവും ഞാൻ 1-2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഈ വർഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, ഐ ഡോണ്ട് ലവ് യു വിത്ത് മൈ മൈൻഡ് ആൻഡ് ഐ ഡോണ്ട് ലവ് യു വിത്ത് മൈ ഹാർട്ട്, ബട്ട് ഐ ലവ് യു വിത്ത് മൈ സോൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇൻ കേസ് മൈ മൈൻഡ് ഫോർഗെറ്റ്സ് ആൻഡ് മൈ ഹാർട്ട് സ്റ്റോപ്സ്. നമ്മൾ വിചാരിക്കുന്നത് എന്തോ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ ചിന്താഗതി അനുസരിച്ച് സോളെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതവും കൂടെ ചേർന്നിരിക്കുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ജീവിതം മുഴുവനിലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഇനി നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരവസ്ഥയെ യെശയ്യാ പ്രവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ ഇടത്തോട്ടോ, ബാക്കി പൂരിപ്പിക്കാമോ? നിങ്ങൾ ഇടത്തോട്ടോ, ബാക്കിയൊന്ന് പൂരിപ്പിക്കാമോ? വലത്തോട്ടോ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, അതിൽ നടന്നുകൊള്ളുവീൻ. ഇതാണ് ക്രിസ്തുവിൻ നമ്മളെ നടത്തുന്നത്. അങ്ങനെങ്കിൽ ദൈവം തമ്പുരാൻ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകണം. അതിനെങ്ങനെ സാധിക്കും? അതിനാണ് ആത്മീയ എക്സസൈസസ് ഉള്ളത്. ഇന്ന് നമുക്കറിയാം 3 നോമ്പ് തുടങ്ങുക എന്നറിയാം. 3 നോമ്പെന്ന് പറഞ്ഞാൽ നിനവേക്കാരെ സുവിശേഷത്താൽ മാനസാന്തരപ്പെടുത്തിയതിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. ആ മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മനസ്സ് കൂടാതെ ദൈവത്തിൻ്റെ മനസ്സിന് വിപരീതമായി പോയ ഒരു പ്രവാചകനെ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പ്രേരണയാൽ തിരിച്ചു കൊണ്ടിരുന്ന ഒരു അനുതാപത്തിൻ്റെ അനുഭവം ഓർമ്മിക്കുകയാണ്. അതിന് ഉപവാസത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് 4-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരിക്കുന്ന വിശുദ്ധ എഫ്രൈം പറയുന്നത്, ഫാസ്റ്റിംഗ് ഈസ് എ വെപ്പൺ ടു ഫൈറ്റ് അഗൻസ്റ്റ് ഈവിൾ. ഫാസ്റ്റിംഗ് ഈസ് എ വെപ്പൺ ടു ഫൈറ്റ് അഗൻസ്റ്റ് ഈവിൾ. അതുകൊണ്ടാണ് ഫിലക്സിനോസ് ഓഫ് മാബൂഗ് പറയുന്നത്, 6-ാം നൂറ്റാണ്ടിലെ ഫിലക്സിനോസ് ഓഫ് മാബൂഗ് പറയുന്നത്, ഫാസ്റ്റിംഗ് ഈസ് എ വെപ്പൺ അഗെയിൻ ടു ഫൈറ്റ് അഗൻസ്റ്റ് ഈവിൾ ആൻഡ് ടു മൂവ് വിത്ത് ഗോഡ്. നമ്മൾ വെള്ളിയാഴ്ച ഉപവസിക്കുന്നവരായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഉപവസിക്കുന്നവരായിരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ഉപവസിക്കുന്നവരല്ല. പിന്നെ എന്തിനാണെന്നറിയാമോ? നമ്മൾ ഉപവസിച്ചിരുന്നത് ദൈവത്തിൻ്റെ മനസ്സും എൻ്റെ മനസ്സും തമ്മിലുള്ള ചാക്രികത നഷ്ടപ്പെടുന്നിടത്ത് മരുഭൂവൽക്കരണം എൻ്റെ ഹൃദയത്തിനുള്ളിലുണ്ടാകും. എൻ്റെ ഹൃദയത്തിന്, എൻ്റെ മനസ്സിന് മരുഭൂവൽക്കരണം ഉണ്ടാകരുത്. എൻ്റെ മനസ്സ് മരുഭൂമിയായി പോകരുത്. മാർത്തമ്മക്കാരുടെ ദൈവജനത്തിൻ്റെ മനസ്സ് മരുഭൂമിയായി പോകരുത്. അതിനുവേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ മനസ്സ് ആയി പോകാതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സമൂഹത്തിലേക്കൊന്ന് നോക്കണം. നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്, നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഭാഗമാണ്. അവിടെ നോക്കുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ കാണാം. 1 പ്രാകൃത മനുഷ്യർ, 2 ജഡീക മനുഷ്യർ, 3 ആത്മീക മനുഷ്യർ. 1 പ്രാകൃത മനുഷ്യർ, 2 ജഡീക മനുഷ്യർ, 3 ആത്മീക മനുഷ്യർ. നിങ്ങളുടെ ഇടയിൽ ഈ പ്രാകൃത മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം. അത് സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും അല്ലാതെ അത് കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ലാതെയും കഴിയുകയില്ല. വഴിയോരങ്ങളിലൂടെ 2 പെൺകുട്ടികളെ നഗ്നരായി നടത്തി ഒരു കൂട്ടം ആളുകൾ കുരിശിലേറ്റുവാൻ കൊണ്ടുപോകുന്നത് പോലെ കഠിനമായി വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോൾ എല്ലാവരും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്ന് സന്തോഷിച്ചപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും അവരുടെ ജീവൻ്റെ വില ഈ ലോകത്തിനെക്കാട്ടിലും വലിയ വിലയുള്ളതാണെന്ന് കാണുവാൻ വിധിക്കപ്പെട്ടവർ പോലും കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ
സർവശക്തനായ ദൈവം തമ്പുരാൻ അവരുടെ കരച്ചിൽ അവർ കരഞ്ഞെടുത്ത് നിന്ന് കേട്ടു എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമ്മൾ പത്രവാർത്ത വായിച്ചപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ പ്രാകൃതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പ്രാകൃത മനുഷ്യരുണ്ടെങ്കിൽ, പ്രാകൃത മനുഷ്യത്വം എന്നത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പ്രാകൃതാനുഭവങ്ങളുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അനുഭവത്തിലൂടെ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൊരിന്ത് സഭയിൽ 4-3-7 പേരേ ഉള്ളൂ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെയാണ് ഈ കുഴപ്പങ്ങളുള്ളത്. ഇത് പുറത്തെ കാര്യമല്ല പറഞ്ഞാൽ അവരുടെ ഇടയിലെ കാര്യം തന്നെ പറയും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ജഡീക മനുഷ്യരുണ്ട്. ജഡീക മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ ജഡത്തിൻ്റെ ഇച്ഛയനുസരിച്ച് മാത്രം പോകുന്നവരാണ്. അങ്ങനെ ജഡീക ഇഷ്ടമനുസരിച്ച് മാത്രം പോകുന്നവരായ ചിലരുണ്ട്. അവരും ഈ ആത്മപ്രേരിതമായിട്ട് നടക്കണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്രീ ശങ്കരൻ്റെ ഫിലോസഫി മനസ്സിലാക്കണം. അതായത് ഇന്ത്യയുടെ അഭിമാനമാണല്ലോ ശ്രീ ശങ്കരാസ് ഫിലോസഫി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് 3 അറകളുണ്ട്. ഒന്നാമത്തെ അറ തമഗുണത്തിൻ്റെ അറ, രണ്ടാമത്തത് രജഗുണത്തിൻ്റെ അറ, മൂന്നാമത്തത് സത്വഗുണത്തിൻ്റെ അറ. ഇത് ഭാരത സംസ്കൃതിയാണ്. ഭാരത സംസ്കൃതിയിൽ പറയുന്നത് തമഗുണമുള്ളവൻ പ്രാകൃത മനുഷ്യനാണ്. തമഗുണമുള്ള മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും, അവൻ്റെ ചെയ്തികളിൽ നിന്നും, അവൻ്റെ സ്വഭാവത്തിൽ നിന്നും, അവൻ്റെ ശീലങ്ങളിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നന്മയിലേക്ക് നയിക്കുവാൻ, നല്ല ശീലങ്ങളിലേക്ക് വരുവാൻ ഉള്ളിൽ സത്വഗുണം വരണം എന്നാണ് ശങ്കരൻ പറയുന്നത്. സത്വഗുണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ സത്വഗുണമല്ലാതെ രജഗുണമുണ്ട്. രജഗുണം എന്ന് പറഞ്ഞാൽ അഹമെന്ന ഭാവമാണ്. എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ലെന്നുള്ള ഭാവം. ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഭാവം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ പോലും ശരിക്കും കാണാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെയും അവരെയും തമ്മിൽ അകറ്റുന്ന ഒരു മൂടൽമഞ്ഞുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സിബി അച്ഛനെ കാണണമെങ്കിൽ ഇവിടെ നല്ലതുപോലെ പ്രകാശം കാണണം. ഇവിടെ ഒരു മൂടൽമഞ്ഞ് നിന്നാൽ എനിക്ക് സിബി അച്ഛനെ കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ പാഷൻസും ഈഗോയും ഒക്കെ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ പോലും കാണാൻ പറ്റാതെ പോകും. ദൈവത്തെ കാണാൻ കഴിയാത്തവന് മനുഷ്യനെ കാണുവാൻ കഴിയില്ല. ദൈവത്തെ കാണുവാൻ കഴിയാത്തവന് മനുഷ്യനെ കാണുവാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ പന്തലിൻ്റെ കീഴിലിരുന്ന് നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ പോകുവാൻ നമുക്ക് കഴിയണം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഇനി ഞാൻ കുറച്ച് താഴോട്ട് പോകട്ടെ. അവരുടെ ഇടയിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പ്രാകൃത മനുഷ്യരും ജഡീക മനുഷ്യരും ആത്മീക മനുഷ്യരും. ശങ്കരൻ്റെ ചിന്തയനുസരിച്ച് സത്വഗുണമെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമുള്ളവനാണ്. അവന് ദൈവത്തെ വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ കളഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ലാഭത്തിന് പുറകെ പോകാൻ പറ്റില്ല. ഒരു കണ്ണുപൊട്ടനായി ഇരിക്കുന്നവനെ നീട്ടിക്കൊടുക്കാൻ ഒരു കൈയില്ലാതിരിക്കാൻ അവന് പറ്റില്ല. ഒരു പടുകുഴിയിൽ കിടക്കുന്നവന് ഒരു കയറ് നീട്ടിക്കൊടുക്കുവാൻ കഴിയാതിരിക്കാൻ കഴിയുകയില്ല. ഒരു നേരത്തെ അന്നമില്ലാത്തവനെ വിളിച്ചുകൊണ്ടുപോയി ഒരു ചെറിയ പണി കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ശമ്പളം കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട്
ഇനി നാമോ ചെറിയ ഗ്രൂപ്പാണ്, പക്ഷേ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ മനസ്സും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് കൊരിന്ത്യ സഭയിലെ ആളുകളെക്കുറിച്ച് ഈ 3 ഗ്രൂപ്പിംഗ് പറഞ്ഞെങ്കിലും ആ 3 ഗ്രൂപ്പിങ്ങും കൂടെ അതിൽ ഏറ്റവും കൂടുതൽ നെഗളിച്ച് നിൽക്കുന്ന ആളുകൾ ജഡീകരാണ്. അവരുടെ അഹമാണ് മുൻപിൽ നിൽക്കുന്നത്. അഹം മുൻപിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്വയം എന്ന ഭാവം മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ അവർക്ക് സ്വീകരിപ്പാനായിട്ട് കഴിയുന്നില്ല. അതാ പ്രശ്നം. മറ്റുള്ളവരെ സ്വീകരിപ്പാനായിട്ട് കഴിയാത്തത് കൊണ്ട് ചിലർ പൗലുസിൻ്റെ പക്ഷക്കാരെന്നും പറഞ്ഞ് അപ്പല്ലോസിനെയും കേഫാവിനെയും, പിന്നെ ആരെയാ, ക്രിസ്തുവിനെയും തള്ളിപ്പറയുന്നു. ചിലർ പൗലുസിൻ്റെ പക്ഷക്കാരെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചിലർ കേഫാവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചിലർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പക്ഷക്കാരേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പക്ഷക്കാരെയല്ല ദൈവം തമ്പുരാൻ ആവശ്യം. ദൈവത്തിനാവശ്യം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെയാണ്. അതുകൊണ്ട് ഈ രാത്രി ദൈവവചനം കേട്ട് നാം നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ നിനവേ നോയമ്പിൻ്റെ ദിവസം കൂടെ ആകുന്നുവല്ലോ ഇത്, ഉപവാസത്തിലിരുന്ന് നമ്മളൊന്ന് ആലോചിക്കണം. Am I really holding Christ's mind in my heart or in my identity or in my എൻ്റെ ജീവിതമാകുന്ന സമസ്താനുഭവങ്ങളിലും അത് ഉണ്ടോ എന്ന് ഒന്ന് നോക്കേണ്ടുന്നത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഇവിടെ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് തമഗുണവും രജഗുണവും സത്വഗുണവുമാണെങ്കിൽ, നമ്മുടെ ഇടയിൽ നമ്മളെ സ്വാധീനിക്കുന്നത് അതിനപ്പുറമുള്ള വേറൊന്നുകൂടുണ്ട്. ഈ നോയൽ ഹരാരിയുടെ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം, അതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് അതിൻ്റെ ശൈശവ ദിശയിലാണ്. അതിൻ്റെ ആവിർഭാവവും പ്രയോഗവും അതിൻ്റെ ശൈശവ ദിശയിലാണെങ്കിലും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെക്നോളജി, ഒരു മെഷീൻ മനുഷ്യൻ്റെ ആശയങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുവാനും ആശയങ്ങളുടെ മേൽ കൺട്രോൾ വരുവാനും ഇടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഇനി നമ്മളെ സ്വാധീനിക്കുവാൻ പോകുന്നത് പ്രാകൃത മനുഷ്യ സ്വഭാവവുമല്ല, ജഡീക മനുഷ്യ സ്വഭാവവുമല്ല, ആത്മീയ മനുഷ്യ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത് മെഷീനിൻ്റെ സ്വാധീന ശക്തിയും കൂടെയാണ്. മെഷീൻസ് നമ്മുടെ ഐഡിയാസും, മെഷീൻസ് നമ്മുടെ ജീവിതത്തെയും, മെഷീൻസ് നമ്മുടെ ശരീരത്തിൻ്റെ വിന്യാസക്രമത്തെയും സ്വാധീനിക്കാൻ പോകുന്ന അനുഭവമാണ്. അങ്ങനെ മെഷീൻസ് നമ്മുടെ ശരീരത്തിൻ്റെ വിന്യാസക്രമത്തെയും നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളെയും നമ്മുടെ മനസ്സിൻ്റെ താളങ്ങളെയും ശ്രദ്ധിക്കാനായിട്ട് പോകുമ്പോൾ, ഈ കൊരിന്ത് സഭയിലുള്ളതിനേക്കാൾ കഠിനമായ അനുഭവം നമുക്കും ഉണ്ടാകാം. കൊരിന്ത് സഭയിലുണ്ടായതിനേക്കാൾ കഠിനമായ അനുഭവം നമുക്കും ഉണ്ടാകാം. ഉറക്കം വരുന്നവരുണ്ടോ? നമുക്കൊരു കഥയൊക്കെ പറയാം. വേണം? ഇടയ്ക്ക് വേണം അല്ലേ? ഓക്കെ. അതായത് അങ്ങനെങ്കിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറിപ്പോകാം. അങ്ങനെയുള്ളവരോട് നമ്മളോട് പറയുകയാണ്, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ആകെ കാണുന്ന പ്രശ്നം നിങ്ങളുടെ ബന്ധങ്ങളിൽ ദൈവസ്നേഹവും ദൈവസത്യവും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അല്ല പറയുന്ന, കൊരിന്തിലെയാണ്. നമ്മുടേതുണ്ടെങ്കിൽ അത് നമ്മളും തിരുത്തണം. വേദപുസ്തകത്തിന് ഒരു കാലാതീത സ്വഭാവമുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും സത്യത്തിൻ്റെയും അഭാവമുണ്ട്. അതിന് പൗലോസ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനായി എന്നെ നോക്കുമ്പോൾ ഞാൻ അപ്പോസ്തോലനാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഞാനൊരു വിലങ്ങുതടിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്ക് ഞാനൊരു വിലങ്ങുതടിയാണെന്ന് ബോധ്യം വരുമ്പോൾ എന്നെ എങ്ങനെയെങ്കിലും നിഗ്രഹിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശരിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. എനിക്കറിയാവുന്നത് എഴുതാനാണ്. എന്നെ കാണാൻ നല്ല ഗുണമുള്ളവനല്ല. ഞാൻ നല്ല സുന്ദരനൊന്നുമല്ല. എനിക്ക് 5 അസുഖങ്ങളുള്ള മനുഷ്യനാണ്. എനിക്കല്ലേ, ഞാൻ പറയുമ്പോൾ അത് മാറി വ്യാഖ്യാനിച്ച് കളയരുത്. ആര് പറയുന്നതാ? ഈ പത്രക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത് എഴുതി മാറിക്കളയല്ലേ. പൗലോസ് പറയുന്നതാണ്. പൗലോസ് പറയുന്നത്, എനിക്ക് 5-ലധികം അസുഖങ്ങളുണ്ട്. എൻ്റെ കണ്ണുനീരെ കാണാൻ മേല. അതുകൊണ്ട് എങ്കിലും അവർ പറയുകയാണ്, എന്തോ പറയുന്നു, എൻ്റെ വളർച്ച കൊണ്ട്, ഞാൻ അപ്പോസ്തോലനാകുന്നത് കൊണ്ട്, ഞാൻ നന്മയിലേക്ക് പോകുന്നത് കൊണ്ട്, സുവിശേഷം എൻ്റെ അസ്ഥിയിലലിഞ്ഞ ആധ്യാത്മികതയുടെ ഭാഗമായതുകൊണ്ട്, അവരുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത് കൊണ്ട് എന്നെ എങ്ങനെങ്കിലും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ അവൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് സഹോദരനോട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോയി ഖുർബാൻ അർപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് ചെല്ലേണ്ടെന്നത് പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ മൂല്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. അത് വരണം എന്നാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് ചങ്ക് തുറന്ന ഇടമാണ് ആരാധന എന്ന് പറയുന്നത്. തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അവൻ രക്തത്തിൽ നിന്നും മുന്തിരി രസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമുള്ള വെള്ളം കലർത്തിയ പാനപാത്രം അവൻ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാണെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ രക്തത്തിൻ്റെയും കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും പങ്കുകാരാകുവാൻ അവർ ഒരുമിച്ച് കൂടും. ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടുമ്പോൾ അതിനിടയിൽ പാവപ്പെട്ട ആളുകളെ അവർ നോക്കത്തുപോലുമില്ല. അതാണ് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതായത് ഈ അന്നത്തെ പാലസ്തീനിയൻ പശ്ചാത്തലം അനുസരിച്ച് 3 ടൈപ്പ് ആളുകളുണ്ട്. ജോലിയിലുള്ളവർ 3 ടൈപ്പ് ആളുകൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, സ്കിൽഡ് ലേബറേഴ്സ്. സ്കിൽഡ് ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലറിയാവുന്ന വൈദഗ്ധ്യമുള്ള ആളുകൾ, വൈദഗ്ധ്യമുള്ള ജോലി അറിയാവുന്ന ആളുകൾ. അവർക്ക് ഫുൾ പൈസ കിട്ടും, ഭയങ്കര പൈസയാണ്. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 1 കോടിയിലധികം രൂപ ഒരു വർഷം ശമ്പളം കിട്ടുന്നുണ്ട്. ഭാരതത്തിലെ കാര്യം തന്നെ ഞാനീ പറഞ്ഞു, പുറത്തെ അല്ല. ഇനി ആരാന്നൊന്നും ചോദിച്ച് എൻ്റെ അടുക്ക് വരരുത്. അതായത് 1 കോടിയിലധികം കിട്ടുന്ന ആളുകളുണ്ട്.
എന്നാൽ അടുത്തതെന്ന് പറയുന്നത് ഹാഫ് സ്കിൽഡ് ആളുകളാണ്. അവർക്ക് വല്ലപ്പോഴുമേ ജോലി കിട്ടത്തുള്ളൂ. അവരുടെ അഹോവൃത്തിക്ക് വല്ലപ്പോഴുമേ ജോലി കിട്ടത്തുള്ളൂ. മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്, അവർ അൺസ്കിൽഡ് ആളുകളാണ്. അവർക്കൊന്നും കിട്ടത്തില്ല. ഈ മൂന്ന് കൂട്ടം ആളുകളുണ്ടെങ്കിലും അൺസ്കിൽഡ് ആളുകൾക്ക് വല്ലപ്പോഴുമെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ച് മിറ്റം തൂക്കാനോ വല്ല ഒരു ജോലിക്ക് കൊടുക്കും. അതിനെന്തെങ്കിലും പൈസയും കൊടുക്കും. എന്നാൽ ഇതിന് പുറത്തു വേറെ ആളുകളുണ്ട്. കുരുടർ, അംഗഹീനർ, മുടന്തർ, കണ്ണു കാണാത്തവർ, ജീവിതത്തിൻ്റെ വ്യഥയനുഭവിക്കുന്നവർ, വഴിയോരങ്ങളിൽ തള്ളപ്പെട്ടവർ, സ്ത്രീകൾ, കഷ്ടത അനുഭവിക്കുന്നവർ അവരുണ്ട്. കർത്താവ് പറയാണ്, എൻ്റെ സഭയ്ക്കകത്ത് ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കണം. പൗലോസ് പറയുന്നത്, നിങ്ങൾ അവർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ച് തിമിർത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. അങ്ങനെങ്കിൽ വർത്തമാന കാലഘട്ടത്തിനകത്ത് സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് ശമ്പളവും അതിശമ്പളവുമുണ്ട്. സ്കിൽഡ് അല്ലാത്ത ഹാഫ് സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് വല്ലപ്പോഴും ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ പൊത്തുവരുത്തത്തിന് കഴിഞ്ഞു പോകാവുന്ന ഉണ്ട്. അൺസ്കിൽഡായിട്ടുള്ള ആളുകളും എന്തെങ്കിലുമൊക്കെ പൊത്തുവരുത്തിൽ കഴിയുന്നവരുണ്ട്. എന്നാൽ എനിക്കറിയാം, 150ഉം 200ഉം രൂപ കൊണ്ട് മാത്രം ജീവിക്കുവാൻ, ഈ തൊഴിലുറപ്പ് മാത്രം കിട്ടുന്നത് കൊണ്ട് ജീവിപ്പാൻ വിധിക്കപ്പെടുന്നവരുമുണ്ട്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ, ക്രിസ്തുവിൻ്റെ മൂല്യക്രമത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആലയത്തിനകത്ത് ദൈവം തമ്പുരാൻ്റെ ശോഭ കൊണ്ട് നിറയുമെന്ന് പറയുകയാണ്. അല്ലാതെ പുറംമോടി കൊണ്ട്, ഇല്യൂമിനേഷനുള്ള ലൈറ്റ് ഇട്ടതുകൊണ്ട്, വലിയ സൗധങ്ങൾ നിർമ്മിച്ചതുകൊണ്ട് മോടിയിലല്ല കാരണം, ഉള്ളിലുള്ള ചൈതന്യമാണ് പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും. എന്താണെന്നറിയാമോ? വെളിവു നീറഞ്ഞാം രക്ഷകനേ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിന്നു വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥാപിതാവിൻ കാതിരേ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്. അങ്ങനെ നാമോ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ തന്നെ എന്ന് പറഞ്ഞവർ ഒരുമിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും പാടും. എന്തോ പാടും? ശോഭാ നീ, നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല. ശോഭാ നീറഞ്ഞോ രാലയത്തിൽ വാസിക്കും പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളോട്
ശമനം ചെയ്യുവാതിൻ വിളിക്കുന്നു നിന്നാം. അതുകൊണ്ട് ഈ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് പാടുമ്പോൾ അതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയമണ്ഡലത്തിൽ ഇന്ന് രാത്രികാലം ഒരു ആരാധനയുടെ ബലിപീഠം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഫീലക്സിനോസ് തിരുമേനിയുടെ മുൻഗാമി ഫീലക്സിനോസ് ഓഫ് മാബൂഗ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, 3 അൾത്താറുകൾ അല്ലെങ്കിൽ 3 ത്രോണോസുകൾ ഉണ്ടാകണം. ഒന്ന്, നമ്മുടെ ഹൃദയത്തിനകത്തൊരു ത്രോണോസ് ഉണ്ടാകണം. 2, ദേവാലയത്തിനകത്തൊരു ത്രോണോസ് ഉണ്ടാകണം. 3, നമ്മുടെ കുടുംബത്തിനകത്തൊരു ത്രോണോസ് ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ത്രോണോസ് ഉണ്ടാകണം. നമ്മളെല്ലാവരും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർത്താവിന് ഹൃദയം കൊടുക്കുവാനായിട്ടില്ല. കർത്താവ് പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ പിന്നെന്തോ ചെയ്യും? ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ എന്തോ ചെയ്യും? അത്താഴം കഴിക്കും. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയപരിമിതി ഉണ്ടല്ലോ. ഇനി ഒരു 3-4 മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ മുമ്പോട്ട് പോകുന്നില്ല. അതുകൊണ്ട് 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും തെരുക്കോണുകളിലുള്ളവരെയും ഒരുമിച്ച് വിളിച്ച് അവർക്ക് ഒരുപോലെയുള്ള ശമ്പളം കൊടുത്തവൻ്റെ മക്കളാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അരിസ്ട്രോക്രസിയും മെറിറ്റോക്രസിയും ടെക്നോക്രസിയും ഒന്നുമല്ല. അവൻ നമ്മളെ ഈ ഭൂമിയിൽ നിന്നൊരു മണ്ണെടുത്ത് അവൻ നമ്മെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഈ 2 കൈ കൊണ്ട് മെനഞ്ഞ്, ദൈവത്തിൻ്റെ കൈ കൊണ്ട് മെനഞ്ഞ് അവൻ്റെ ജീവശ്വാസം നമ്മിലേക്ക് ഊതിയപ്പോൾ നമ്മുടെ ശ്വാസം ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നിറയപ്പെടുകയാണ്. അതാണ് നിൻ്റെ വാസനയാൽ ഞങ്ങൾ നിറയപ്പെടണമേ എന്നും നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ നിറയപ്പെടുകയാണ്. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറയുന്നത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഞാനിപ്പോൾ പല പ്രാവശ്യം അത് പറഞ്ഞല്ലോ. ധനികൻ്റെ വളർച്ച മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവർക്ക്, അൺസ്കിൽഡ് ലേബറേഴ്സിൻ്റെയും പുറന്തള്ളപ്പെട്ടവരുടെയും ആവശ്യങ്ങൾക്ക് സ്ഥാനമില്ല. മനുഷ്യൻ്റെ ഭോഗതൃഷ്ണ കൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി വിഭവങ്ങളെ ഇന്ന് കഴിയുന്നത്ര ഊറ്റിയെടുത്താൽ അതിൻ്റെ ക്രയവിക്രയം കൊണ്ടുണ്ടാകാവുന്ന ലാഭം ഏറ്റവും സമ്പത്തിലിരിക്കുന്നവൻ്റെ സമ്പത്ത് കൂടുവാനിടയുള്ളതുകൊണ്ട് ലാഭത്തിൽ കണ്ണുപോകുന്ന അനുഭവമുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ കണ്ണുപോയാൽ നോക്കുന്നത് എവിടേക്ക് നോക്കിയാൽ ആ മണപ്പരപ്പിൽ കുറച്ച് മീൻ വന്നു വരും. ആ മണപ്പരപ്പിൽ ചില മീൻ വരുമ്പോൾ ഒരു സ്കില്ല് മാത്രം അറിയാവുന്നവനാണ് മുക്കുവൻ. ആ ഒരു സ്കില്ല് മാത്രം അറിയാവുന്ന മുക്കുവന് അവൻ്റെ വല വീശി അതിനകത്ത് 10 മീനെ കിട്ടുമ്പോൾ അവൻ്റെ അഹോവൃത്തിക്ക് കാരണമായി തീരുകയാണ്. അഹോവൃത്തിക്ക് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് ഈ മുക്കുവനും ഈ മീനും ഈ കടലും ഈ മണലും എൻ്റേതായി സംരക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹം ക്രിസ്തുവിൻ്റെ മനസ്സിനുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സിനുണ്ട്. നമുക്കൊരു പക്ഷേ, ഞാൻ മലയോര ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. മലയോര ഗ്രാമത്തിൽ പെടുന്നവർ ഇന്ന് ഭീതിയിലാണ് കഴിയുന്നത്.
അവർ ഭീതിയിൽ കഴിയുമ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്ന് പേടിച്ച് കൃഷിസ്ഥലത്ത് പോലും പോകുവാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് വേണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. അങ്ങനെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തിൻ്റെ മനസ്സും സത്യത്തിൻ്റെ മനസ്സും നന്മയുടെ മനസ്സുമായി പോകുവാനായിട്ട് കഴിയും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ അമ്പാടി പൈക്കിടാവ്. ആർക്ക് തോന്നുന്നറിയാം അമ്പാടി പൈക്കിടാവ്? കൊമ്പനാനയാണ്. കൊമ്പനാന വാത്സല്യത്തോടുകൂടെ പഴം കൊടുക്കുന്ന അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ പഴം കൊടുക്കുന്നതിന് പിന്നിലുള്ള ചേറിലിരിക്കുന്ന അമ്മയുടെ സ്നേഹവും സത്യവും നന്മയും കാണുമ്പോൾ കൊലക്കമ്പൻ ആരായിട്ടാണ് നിൽക്കുന്നത് അറിയാമോ? ആരായിട്ടാണ് നിൽക്കുന്നത്? അമ്പാടി, അങ്ങനല്ലേ പറഞ്ഞേ, അമ്പാടിയിലെ പൈക്കിടാവായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയം തീർന്നല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുകയാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിൻ്റെ മനസ്സിനെ പ്രകടിപ്പിക്കുന്നവരാകണം. 2, നമ്മുടെ സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെ പ്രകടിപ്പിക്കുന്നവരാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം. എഴുന്നേൽപ്പീൻ, നമുക്ക് പോകാം. ഈ തങ്ക മനസ്സും നന്മ മനസ്സുമുള്ള ക്രിസ്തുവിൻ്റെ മനസ്സുമായി നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം. ഈ താഴ്വാരങ്ങളിലുള്ളവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാം. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, തുടർന്നും ചെയ്യാം. അങ്ങനെ കർത്താവിൻ്റെ മനസ്സുള്ളവരായിട്ട് തീരുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ നല്ല ശീലമുള്ളവരായി ഭിന്നതയൊക്കെ മാറിയിട്ട്, അധാർമികതയൊക്കെ മാറിയിട്ട്, ഇതര മതസ്ഥരെ വേറൊരാളായിട്ട് അപരനായി കാണുന്ന സ്വഭാവം മാറിയിട്ട്, കർത്താവിൻ്റെ ആരാധനയെ തുച്ഛീകരിക്കുന്ന ഭാവമൊക്കെ മാറിയിട്ട്, നാം എല്ലാവരും കർത്താവിൽ ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ സഞ്ചരിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മപ്രേരിതമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ മരുഭൂമിയിലൂടെ ഇറ്റേണിറ്റിയുടെ സഞ്ചാരപഥങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ യാത്ര ഇവിടെങ്ങും തീരില്ല. നമ്മുടെ ഈ നിത്യതയിലേക്കുള്ള ആ സഞ്ചാരപഥത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.